അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകളോട് ഏറ്റവും നന്നായി പെരുമാറുകയും അതുപോലെ തന്നെ എല്ലാവരോടും കാരുണ്യത്തോടും വിനയത്തോടും കൂടി വർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരാളെ ആക്ഷേപിക്കുക എന്നുള്ളത് വളരെയേറെ നീചമായ സംഗതിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശക്തമായ ഭാഷയിലാണ് വിലക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. ഒരു മുസ്ലിമിനെ ആക്ഷേപിക്കൽ സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ എന്നാണ്. അത് വളരെ ദുഷിച്ച സംഗതിയാണ് എന്ന്. അതുപോലെ തന്നെ അവനെ വധിക്കൽ അത് സത്യനിഷേധവുമാണ് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിൽ ഒരാളെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നമുക്കറിയാം അതിൻ്റെ വിജയാരവങ്ങൾ, ആഹ്ലാദ പ്രകടനങ്ങൾ. പല സ്ഥലത്തു നിന്നും വളരെ വേദനാജനകമായ മുദ്രാവാക്യം വിളികളും അതുപോലെ തന്നെ പരിഹസിക്കുന്ന ആക്ഷേപിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, സംസാരങ്ങളും നമുക്കൊക്കെ തന്നെ കേൾക്കാൻ സാധിച്ചു. ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അവിടെയൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, അത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ ഇനിയും വരും. വിജയാരവങ്ങൾ, വിജയാഹ്ലാദങ്ങൾ എല്ലാം ഉണ്ടാകും. പക്ഷേ പിറ്റേന്നും അല്ലെങ്കിൽ അടുത്ത സമയത്തും കണ്ടുമുട്ടേണ്ട ആളുകൾ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ ചൊരിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നല്ല സമാധാനത്തോടെ സ്നേഹത്തോടു കൂടി മുഖത്ത് നോക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ രംഗത്താവട്ടെ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ മേഖലകളിൽ എവിടെയുമാവട്ടെ, അവിടെ ഒന്നും തന്നെ ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ, ഒരാളുടെ മനസ്സിൽ വിങ്ങലുണ്ടാക്കുന്ന രൂപത്തിൽ ആക്ഷേപിക്കുന്ന ഒരു ശൈലി ഒരാൾക്കും സ്വീകരിക്കാൻ പാടുള്ളതല്ല. പലരിലും പലതരത്തിലുള്ള ന്യൂനതകൾ, കുറ്റങ്ങൾ, പോരായ്മകൾ എല്ലാം ഉണ്ടായേക്കാം. അതൊക്കെ തന്നെ സ്നേഹപൂർവ്വം പറഞ്ഞു കൊടുത്തുകൊണ്ട് തിരുത്തുകയാണ് വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തതിൻ്റെ പേരിൽ തന്നെ ആവട്ടെ ആളുകളുടെ ഇടയിലിട്ട് ആക്ഷേപിക്കുക, പരിഹസിക്കുക എന്നുള്ളത് അത് എത്രമാത്രം നീചമായ സംഗതിയാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഫുസൂഖുൻ, അത് ദുഷിച്ച കാര്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ വധിക്കുക, ആക്രമിക്കുക, അതെല്ലാം തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമായ സംഗതിയല്ല എന്ന് ഈ ഹദീസ് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരോടും നല്ലത് പറഞ്ഞ് സൗമ്യമായ നിലയിൽ സംസാരിച്ചുകൊണ്ടും ഇടപെട്ടുകൊണ്ടും അക്രമം കാണിക്കാതെയും നല്ല മനുഷ്യരായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തന്നെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.